നമസ്കാരം, ഞാൻ വിനീഷ് ഷോഗി. നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള നിർമ്മാണ തൊഴിലാളികളുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വഴിയോര കച്ചവടക്കാരുണ്ട്. ഇത്തരത്തിലുള്ള അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് ഉറപ്പായിട്ടും പെൻഷൻ നൽകുന്ന ഒരു പദ്ധതിയുണ്ട്. ഈ ഒരു പദ്ധതി വഴി അവർക്ക് ഒരു ഇത്ര ഏജ് കഴിഞ്ഞാൽ എല്ലാ മാസവും പെൻഷൻ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. പൊതുവെ നമ്മുടെ നാട്ടിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മാത്രമേ പെൻഷൻ കിട്ടാറുള്ളൂ, അല്ലെ? ഒന്നുകിൽ കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ വലിയ കോർപ്പറേറ്റ് കമ്പനികളിലെ ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ പെൻഷൻ കിട്ടാറുണ്ട്. എന്നാൽ ഇന്ന് എല്ലാവർക്കും പെൻഷൻ കിട്ടുന്ന പദ്ധതിയുണ്ട്. ഇവൻ നമുക്കടക്കം പെൻഷൻ കിട്ടുന്ന പദ്ധതിയുണ്ട്. അപ്പൊ അതിനകത്ത് നമ്മൾ ഒന്ന് ജോയിൻ ചെയ്യാം. ചെറിയൊരു കോൺട്രിബ്യൂഷൻ ഉണ്ട്, ചെറിയൊരു ഫിഗറാണ്. ആ കോൺട്രിബ്യൂഷൻ എത്രയാണെന്ന് ഞാൻ പറയാം. അപ്പൊ ഇങ്ങനെ ചെറിയൊരു കോൺട്രിബ്യൂഷൻ മന്ത്ലി നമ്മൾ ചെയ്താൽ പോലും അത് ഓട്ടോമാറ്റിക് നമ്മുടെ അക്കൗണ്ടിൽ പോകും. വെരി സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫിഗറാണ്. അത് പോയി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് നമുക്ക് പെൻഷൻ കിട്ടും. അവരെ പോലെ തന്നെ നമുക്ക് പെൻഷൻ കിട്ടും. നല്ലൊരു പദ്ധതിയല്ലേ? അപ്പൊ ഈ പദ്ധതിയുടെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥേഷ്ടം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. പദ്ധതിയുടെ പേരെന്ന് പറഞ്ഞാൽ PMSYM എന്നാണ് ഇതിനെ അറിയപ്പെടുക. അതായത് പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ എന്നാണ് പദ്ധതിയെ പറയുന്നത്. എന്താണ് ഈ പദ്ധതി? അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കായിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ്. വാർദ്ധക്യകാലത്ത് കൃത്യമായിട്ടുള്ള സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു പദ്ധതി കൂടിയാണ്. 60 വയസ്സിന് ശേഷം പ്രതിമാസം 3000 രൂപ ഉറപ്പായിട്ടുള്ള പെൻഷൻ ലഭിക്കും. 60 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 3000 രൂപ എന്ന് പറഞ്ഞാൽ വലിയൊരു തുകയൊന്നല്ല, വലിയ സംഭവങ്ങൾ ചെയ്യാനും. പക്ഷേ ഒരു 60 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് ഈ 3000 രൂപ കൊണ്ട് എന്താണ് ആവശ്യം? ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിറവേറ്റാൻ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. ഇവൻ ചിലപ്പോൾ ഒരു മിഠായി വാങ്ങി കഴിക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും 60 വയസ്സ് കഴിഞ്ഞവർക്ക്. ഈ പ്രായം തോറും നമ്മുടെ കുഞ്ഞുങ്ങളെ പോലെ ആവും, കുഞ്ഞുങ്ങളെ സ്വഭാവം പോലെ ആവും എന്നല്ലേ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പൊ അതേപോലെ അവർക്ക് ചിലപ്പോൾ ഒരു മിഠായി വാങ്ങിക്കാനോ, അവർക്ക് എവിടെയെങ്കിലും തൊട്ടടുത്ത് പോകാനോ, ഇനി അവരുടെ പേരക്കുട്ടികൾക്ക് ചെറിയ എന്തെങ്കിലും ഗിഫ്റ്റുകൾ കൊടുക്കാനോ, വിഷുവിന് ചെറിയൊരു എമൗണ്ട്, അല്ലെങ്കിൽ അവർ വരുന്ന സമയത്ത് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാനോ ഒക്കെ സ്വന്തമായിട്ടൊന്നും ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. ഒരുപാട് ചെറിയ കാലത്ത് അല്ലെങ്കിൽ അവരുടെ നല്ല പ്രായത്തിൽ പലർക്കും നമുക്ക് കുറെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ നോക്കിയിട്ടുണ്ടാവും. പ്രായമാകുമ്പോൾ പിന്നെ അവരുടെ പേരക്കുട്ടികൾക്ക് ചെറിയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹം അവർക്കും ഉണ്ട്. അപ്പൊ അതിന് എവിടുന്ന് ഫണ്ട് കിട്ടില്ല. മറ്റാരോടും ചോദിക്കാതെ കയ്യിൽ ഒരു കുറച്ച് കാശുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു 100 രൂപയോ 50 രൂപയോ വെച്ചിട്ട് വാങ്ങിച്ചു കൊടുക്കുക എന്ന് വിചാരിക്കുന്നുണ്ട്. അതൊരു വലിയ കാര്യമല്ല സുഹൃത്തുക്കളെ. നമ്മുടെ പാരന്റ്സിന് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ റിവാർഡും ഗിഫ്റ്റും അത് തന്നെയാണ്. നമ്മൾ നിർബന്ധമായിട്ട് ചെയ്തു കൊടുക്കണം. ഉറപ്പായിട്ട് നമ്മൾ ചെയ്യും. ചെറിയൊരു തുക മാത്രമേ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അവരുടെ തന്നെ അക്കൗണ്ട് ഉണ്ട്. ആ അക്കൗണ്ടിൽ ഒരു ചെറിയൊരു ഫണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി പോയിക്കോളും. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പുണ്യകർമ്മങ്ങൾ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. സോ ദരിദ്രർക്കും ദിവസേന വേതനക്കാർക്കും വേണ്ടിയുള്ള ഏറ്റവും നല്ലൊരു പദ്ധതി എല്ലാവർക്കും ചെയ്യാം. ഫണ്ട് എത്രയാണ് ഞാൻ വീണ്ടും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക ആർക്കൊക്കെ ചേരാമെന്നാണ്. പ്രായപരിധി 18 വയസ്സിനും 40 വയസ്സും വരെയുള്ള ആൾക്കാർക്കാണ്. 18നും 40നും വരെ. അതിന് മേളിലുള്ള ആൾക്കാർക്ക് ഇല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ 40 വയസ്സ് മുതൽ ഒരു ചെറിയൊരു എമൗണ്ട് നിക്ഷേപിച്ചിട്ട് അവിടെ എത്തുമ്പോൾ നമുക്ക് ഇത് കൊടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ എല്ലാവർക്കും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. എല്ലാ ആൾക്കാർക്കും വരുമാന പരിധിയുണ്ട്. പ്രതിമാസ വരുമാനം 15,000 രൂപയിൽ താഴെയായിരിക്കണം. ഒരുപാട് വലിയ വരുമാനം ഉള്ള ആൾക്കാർക്കൊന്നും കിട്ടില്ല. 15,000 രൂപയിൽ താഴെയുള്ളവർക്ക് കിട്ടും. ഇനി ഗുണഭോക്താക്കൾ ആരൊക്കെയാണ്? വഴിയോര കച്ചവടക്കാർ, കർഷക തൊഴിലാളികൾ, നിർമ്മാണ തൊഴിലാളികൾ, ഇങ്ങനെയുള്ള ആൾക്കാർക്കെല്ലാം എല്ലാ ടൈപ്പ് തൊഴിലാളികളും നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്കൊക്കെ ഇത് യൂസ്ഫുൾ ആണ്. ഇനി അയോഗ്യതയുണ്ട്. EPF, NPS, ESI അംഗങ്ങൾക്കൊന്നും, ആദായ നികുതി അടക്കുന്നവർക്കൊന്നും ഇതൊന്നും കിട്ടില്ല. ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടില്ല. NPS ഉള്ളവർക്ക് കിട്ടില്ല. ESI ഉള്ള ആൾക്കാർക്ക് കിട്ടില്ല. EPF ഉള്ള ആൾക്കാർക്ക്, ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അവർക്കൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അവരൊക്കെ റേഞ്ച് വേറെയാണ്, അല്ലെ? അപ്പൊ ഇതൊരു സാധാരണക്കാരെ ഒരുപാട് നമ്മുടെ നാട്ടിലെ ആൾക്കാരുണ്ട്, ഒന്നുമില്ലാത്ത ആൾക്കാർ. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു പെൻഷൻ ആവശ്യമുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. അപ്പൊ അത് നല്ലൊരു പദ്ധതിയാണ്. ഇനി എങ്ങനെ രജിസ്റ്റർ ചെയ്യാം? വെരി സിമ്പിൾ. അടുത്തുള്ള CSC ഓർ അക്ഷയ സെന്റർ സന്ദർശിക്കുക. ആധാർ കാർഡും സേവിങ്സ് ബാങ്ക് പാസ്ബുക്കും നിങ്ങൾ നൽകുക. ആധാർ കാർഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്ക് നിങ്ങൾ നൽകുക. അവരെല്ലാം സെറ്റ് ചെയ്ത് ആദ്യ ഗഡു പണമായിട്ട് തന്നെ അവിടെ കൊടുക്കണം, ക്യാഷ് ആയിട്ട്. പിന്നെ ഓട്ടോമാറ്റിക് നിങ്ങളുടെ അക്കൗണ്ടിൽ തന്നെ ഓട്ടോമാറ്റിക് ഡെബിറ്റ് ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഇനിയാണ് അറിയുന്നത് വിഹിതവും പെൻഷനും എത്ര കിട്ടും. പ്രതിമാസ വിഹിതം എന്ന് പറഞ്ഞാൽ 55 രൂപ മുതൽ 200 രൂപ വരെ വരും. എത്ര? 55 രൂപ മുതൽ 200 വരെ വരുള്ളൂ. നിങ്ങൾ ചേരുന്ന പ്രായത്തിനനുസരിച്ച് അത് വ്യത്യാസമുണ്ട്. അപ്പൊ ചെറിയ പ്രായമൊക്കെ ആണെങ്കിൽ 55, 59 ഒക്കെ ഉണ്ടാവുള്ളൂ. കുറച്ച് വലിയ പ്രായം 40 അടുത്തൊക്കെ ആണെങ്കിൽ 200 റുപ്പീസ് ഉണ്ടാവും. ഉറപ്പായ പെൻഷൻ റിട്ടേൺ എന്ന് പറഞ്ഞാൽ 3000 പെർ മന്ത്. ഒരു മാസം 3000 രൂപയാണ് കിട്ടുന്നത്. 60 വയസ്സിന് ശേഷം എല്ലാ മാസവും കിട്ടും. സർക്കാർ വിഹിതം 100% മാച്ച്. നിങ്ങൾ അടക്കുന്ന അതേ തുക കേന്ദ്ര സർക്കാരും നിങ്ങളുടെ പെൻഷൻ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? നിങ്ങൾ അടക്കുന്ന എത്ര എമൗണ്ട് ആണ് അതേ തുക കേന്ദ്ര സർക്കാർ നിക്ഷേപിക്കുന്നു. ചെറിയ കാര്യമാണ് സുഹൃത്തുക്കളെ, ഒരിക്കലും അല്ല, വലിയൊരു കാര്യം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും
ഈ പദ്ധതിയിൽ, ഈ പെൻഷൻ പദ്ധതിയിൽ ജോയിൻ ചെയ്യുക. പദ്ധതിയുടെ മറ്റു കുറച്ച് ഗുണങ്ങൾ കൂടിയുണ്ട്. വിശ്വസ്തത, ഉറപ്പ്. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷനാണ് ഈ പദ്ധതി കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 100% വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എളുപ്പമുള്ള പിന്മാറ്റം. ഇടയ്ക്ക് വെച്ചിട്ട് നിങ്ങൾ പദ്ധതിയിൽ നിന്ന് പിന്മാറി നിക്ഷേപിച്ച എല്ലാ തുക പലിശ സഹിതം നിങ്ങൾക്ക് തിരിച്ചു തരും. അല്ലാതെ നിങ്ങളുടെ പറ്റിക്കുന്നൊന്നുമില്ല. ഇനി ഫാമിലി പെൻഷൻ ലഭിക്കുന്നതിനിടെ വരിക്കാർക്ക് മരണപ്പെട്ടാൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ജീവിത പങ്കാളിക്ക് 50% ഫാമിലി പെൻഷനായിട്ട് കൊടുക്കും ജീവിത പങ്കാളിക്ക്. അപ്പൊ അത്രയും വലിയൊരു കാര്യമുണ്ട്. ഇന്നത്തെ ചെറിയ നിക്ഷേപമായിരിക്കും, പക്ഷെ നാളത്തെ വലിയ സുരക്ഷയാണെന്ന് നിങ്ങൾ മറക്കരുത്. പാരൻസ് ആണ് പാരൻസ്, കുട്ടികൾ, ജോലി ചെയ്യുന്നവർ, ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് എല്ലാവർക്കും ഇപ്പം തന്നെ വാട്സപ്പിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. സ്വീനി ഷോണി സൈനിങ് ഓഫ്. ബൈ.